അപ്പോൾ ഒരു വാഴക്കൊല വെട്ടാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വാഴയുടെ വാഴ താഴെ നിൽക്കുന്നുണ്ട്, പക്ഷെ മുകളിലായിട്ട് ഇലയൊന്നും കാണാത്തതുകൊണ്ട് എന്തായാലും വാഴ കൊലച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം വാഴക്കൊല കാണാനേ ഇല്ല, മുകളിൽ പോയി നോക്കുമ്പോഴും കാണാനില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ലാഡറൊക്കെ എടുത്തിട്ട് പോയി നോക്കിയതാണ്. നോക്കുമ്പോൾ വാഴ കൊലച്ചിട്ട് കാർപോർച്ചിൻ്റെ ഷീറ്റിൻ്റെ മേലേക്ക് എടുക്കുകയാണ്, അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ പതിവ് പോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു പോകുന്ന അണ്ണാനും വവ്വാലും ഒക്കെ അത് ഒരുവിധം ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കൊലയിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടു. കാരണം കാർപോർച്ചിൻ്റെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇല തങ്ങി നിൽക്കുമ്പോൾ വൃത്തിയാവില്ല. അപ്പോൾ മഴ പെയ്ത് വൃത്തിയായിക്കോട്ടെ വെച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇത് എത്രയാണ് കൊലയിൽ ബാക്കി ഇനിയുള്ളത്. അപ്പം നമ്മളുടെ മുൻപ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കിളികളൊക്കെ തിന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് വെട്ടാന്ന് കരുതി ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇത് എത്രയാണ് ഇട്ടാ ബാക്കിയുള്ളത്. അപ്പോൾ അതും വെട്ടിയെടുത്ത് എന്തായാലും അത്യാവശ്യത്തിന് അവരൊക്കെ വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ കൂടി കുറച്ച് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അതിൽ അവർ കടിച്ച ഭാഗമൊക്കെ വൃത്തിയാക്കി വെട്ടിക്കളഞ്ഞിട്ട് നന്നായി കഴുകിയിട്ടാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ പാമ്പും അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര പേടി. അപ്പം ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് എപ്പോഴും അകത്തേക്ക് കൊണ്ടുവയ്ക്കാറുള്ളൂ കേട്ടോ. എന്നാലും കിളികളൊക്കെ കഴിക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർക്കും കൂടി കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ 2 കൊല വെട്ടിയിട്ട് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആകെ കൂടി ഇത്രയാണ് കേട്ടോ.